കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ ജനവാസ കേന്ദ്രത്തിന് സമീപം മാലിന്യം തള്ളിയ വാഹനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയ വാഹനങ്ങൾ പിന്നീട് പോലീസിനെ ഏൽപ്പിച്ചു. അവിടുന്ന് ഒലിച്ചിറങ്ങുന്ന മണ്ണ് കാരണം നമ്മൾ റോഡ് മൂടിപ്പോകുന്നു. പിന്നെ കിണറുകളൊക്കെ മൂടിയിട്ടുണ്ട്. പുറകൊക്കെ ഇതായി നമുക്ക് കുടിവെള്ളം നല്ലൊരു വെള്ളം കിട്ടാത്തൊരവസ്ഥ ഉണ്ട്. പിന്നെ ഈ വേസ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പല ബുദ്ധിമുട്ടുകളാണ്. അല്ലെങ്കിൽ തന്നെ കുറേ ചെറിയ മക്കളുള്ള സ്ഥലമാണ്, രോഗങ്ങളുണ്ട്. അപ്പോൾ ഈ അസുഖം കാര്യം കൂടുതലായിട്ട് വരും. അതുകൊണ്ട് ഇത് എങ്ങനെയാണെങ്കിലും ഒരു വിധത്തിൽ നമുക്ക് അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ലത്. നമ്മൾ പ്രത്യേകിച്ച് നഗരപ്രദേശങ്ങളിലായാലും എവിടെയായാലും ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്നത്. എവിടെയാണ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, എന്ത് ചെയ്യും എന്നൊക്കെയുള്ള പ്രശ്നം പലയിടങ്ങളിലും രൂക്ഷമാണ്. അപ്പോഴാണ് ഇതുപോലെ കൂട്ടമായി ഈ മാലിന്യങ്ങൾ എടുത്തുകൊണ്ടുവന്ന് ആരും ഇല്ലാത്ത ജനവാസ മേഖലകളിൽ ആരും കാണാത്ത സമയത്ത് കൊണ്ടുപോയി തള്ളുക എന്നുള്ളത്. അതിന് മാതൃകാപരമായി അത് തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരിക്കുന്നു താമരശ്ശേരി കട്ടിപ്പാറയിൽ. അവിടെയാണ് ജനവാസ കേന്ദ്രത്തിന് സമീപം മാലിന്യം തള്ളിയ വാഹനങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള സംഘം തന്നെ പിടികൂടി അവരെ പിന്നീട് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് മാതൃകാപരമായ ഒരു നടപടിയാണ് ആ അർത്ഥത്തിൽ. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാൻ. അഭിജിത്ത്, പറയൂ വിവരങ്ങൾ. നേരത്തെ ഈ താമരശ്ശേരി പരപ്പൻപൊയിലിൽ ഒരു കെട്ടിടത്തിൽ ഈ ദുർഗന്ധം വഹിക്കുന്നതിനെ തുടർന്ന് നാട്ടുകാരെത്തി ഒരു പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് നിരവധിയായ മാലിന്യങ്ങളാണ് നാട്ടുകാർ അന്ന് കണ്ടെത്തിയത്. പിന്നീട് അത് പഞ്ചായത്തിലുള്ളവരോട് പറയുന്നു. പിന്നീട് പഞ്ചായത്ത് ഈ കെട്ടിടത്തിലുള്ളവർക്ക് നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്തതാണ്. തുടർന്ന് ഇപ്പോൾ ഇന്ന് ഈ കട്ടിപ്പാറ എന്ന് പറയുന്ന പ്രദേശത്താണ് നാട്ടുകാർ ഇത്തരത്തിൽ 2 വാഹനങ്ങൾ തടഞ്ഞത്. അതിലൊരു വാഹനം നേരത്തെ ഈ നാട്ടുകാർ മാലിന്യമുണ്ട് എന്ന് കണ്ടെത്തിയ കെട്ടിടത്തിൽ നിന്ന് മാലിന്യവുമായി എത്തിയ വാഹനം എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ കോഴിക്കോട് നഗരത്തിലെ പല സ്വകാര്യ ആശുപത്രികളിൽ നിന്നും മാളുകളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യമാണ് ഇത്തരത്തിൽ ഈ കെട്ടിടത്തിൽ എത്തിക്കുന്നതും തുടർന്ന് അവിടെ ശേഖരിക്കുന്നതും എന്നുള്ള കാര്യം കൂടി നാട്ടുകാർ പറയുന്നുണ്ട്. തുടർന്ന് ഇത്തരത്തിൽ ഈ ജനവാസ കേന്ദ്രത്തിലേക്ക് അതിൻ്റെ ഒരു പ്രശ്നം, ജനവാസ കേന്ദ്രത്തിലാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ജനവാസ മേഖലയിലുള്ളവരൊക്കെ വലിയ രീതിയിലുള്ളൊരു പ്രശ്നം ഇതുമായി ബന്ധപ്പെട്ട് അനുഭവിച്ചു വന്നിരുന്നു. തുടർന്ന് പോലീസ് കേസെടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇന്നിപ്പോൾ ഏതാണ്ട് ഒരു 5 മണി സമയത്താണ് ഈ കെട്ടിടത്തിൽ നിന്ന് മാലിന്യവുമായി വാഹനങ്ങൾ ഈ കട്ടിപ്പാറയിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നതും അവിടെ ഈ മാലിന്യം നിക്ഷേപിക്കുകയും ചെയ്തത്. നാട്ടുകാർ ഈ രംഗം ആദ്യം കാണുന്നു. തുടർന്നവർ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ, കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റായ പ്രേംജിയെ തന്നെ വിവരം അറിയിക്കുന്നു. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എത്തിയാണ് ഈ വാഹനത്തെ തടയുന്നതും പിന്നീട് പോലീസിൽ വിവരം അറിയിക്കുന്നതും. ഈ പ്രദേശവാസിയായ സ്ത്രീ പറയുന്നതനുസരിച്ച് ഇവർ വലിയ ബുദ്ധിമുട്ടാണ് ഇത് കാരണം അനുഭവിക്കുന്നത്. കാരണം പല ആശുപത്രി മാലിന്യങ്ങൾ ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ ഈ ജനവാസ മേഖലയിലേക്ക് കൊണ്ടുവന്ന് തള്ളുന്നത്. അതുമൂലം അവർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. രോഗം, ഈ ഇത്തരം മാലിന്യങ്ങളിൽ നിന്ന് പടർന്നു പിടിക്കാവുന്ന രോഗങ്ങൾ, അതിനുള്ള സാധ്യതകൾ, അവരുടെ കുടിവെള്ള സ്രോതസ്സുകൾ അടക്കം മലിനമാകുന്ന ഒരു സാഹചര്യം, ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി, വലിയ പ്രശ്നം അവരെന്തായാലും നേരിടുന്നുണ്ട്. ഏതായാലും ഈ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ വരുന്നു, ഈ മാലിന്യം കൊണ്ടുവന്ന വാഹനങ്ങൾ തടയുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ മറ്റൊന്നും ചെയ്യാനില്ല. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് ആ അർത്ഥത്തിൽ ചെയ്ത് മാതൃകാപരമാണ്. കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് നാട്ടുകാരുടെ ഒരു സംഘം ഉണ്ടാക്കുന്നു. അദ്ദേഹം വന്ന് ഈ വാഹനങ്ങൾ നേരിട്ട് പിടികൂടുന്നു, പോലീസിനെ ഏൽപ്പിക്കുന്നു. ഇനി ജനവാസ മേഖലകളിൽ ഇങ്ങനെ ആരും കാണാതെ വന്ന് മാലിന്യം തള്ളുന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടെങ്കിലും അവിടെ ഇതുപോലെയുള്ള കർശനമായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. പലയിടങ്ങളിലും CCTV ദൃശ്യങ്ങൾ വെക്കുന്നു, മാലിന്യം നിക്ഷേപിക്കരുത്, നിങ്ങൾ ക്യാമറയിലാണെന്നോ പറയുന്നു. ഇതൊക്കെ പറഞ്ഞാലും ആളുകൾ കൊണ്ടുവന്ന് വേസ്റ്റ് തള്ളുന്ന ഒരു സ്വഭാവം, ഒരു ശീലം നമുക്കിടയിലുണ്ട്. അത് തടയുകയാണ് കട്ടിപ്പാറയിൽ ചെയ്തിരിക്കുന്നത്. അഭിജിത്ത് മുഴക്കുന്ന അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു.